ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളോർക്കും ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് എവിടെ പോവുകയാണെന്ന്. ഞാൻ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ്. ഞങ്ങളുടെ ഭാഗ്യക്കുട്ടിയുടെ കല്യാണം വരുന്നത്. അപ്പോൾ എറണാകുളത്തു നിന്ന് ബ്യൂട്ടീഷ്യൻ വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നമ്മുടെ കാട്ടിൽ മാർക്കറ്റിൽ നിന്ന് 8 കിലോമീറ്ററാണ് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന്. അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ ചെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു എപ്പോഴാണ് ട്രെയിൻ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു 3:20 ആകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് കത്തി വെച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിൽ കൂടെ പോയപ്പോൾ അവിടെ ഒരു അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ അപ്പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പുറത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഈ നമ്മുടെ നന്ദന സിനിമയ്ക്കകത്തിലെ ജഗതി ശ്രീമാൻ്റെ പണിക്ക് പോവുകയാണോ? കാരണം അവിടെ നിന്നപ്പോൾ അവിടെയുണ്ട്, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ കിടന്ന് ചിരിച്ചു. അവന് പറഞ്ഞ് ഞങ്ങൾ നിത്യം തൊഴിലില്ലേ, ഞങ്ങൾ ചാടി ഇങ്ങ് ഇറങ്ങും, അങ്ങനെ ഇതുവഴി ഇങ്ങ് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ അതാ വന്നു കഴിഞ്ഞു. അങ്ങനെ ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റേഷൻ മാസ്റ്റർ എന്നോട് പറഞ്ഞു AC കമ്പാർട്ട്മെൻറ്റ് കുറച്ച് നമ്മൾ ഒരു ഇടഭാഗത്തായിട്ടാണ്, അപ്പോൾ അവിടോട്ട് പോയി നിൽക്കുക, അന്നേരത്തേക്ക് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു ഇടഭാഗത്തോട്ട് മാറി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ട്രെയിൻ ഇങ്ങനെ വന്ന് അപ്പോൾ ഓരോരുത്തരെയും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ AC കമ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ് അതിനകത്ത് എവിടെയെങ്കിലും ബ്യൂട്ടീഷ്യൻ ഉണ്ടോ എന്നിങ്ങനെ നോക്കി. അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഏതാ ബ്യൂട്ടീഷ്യൻ എന്നറിയാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ട്രെയിൻ ഇങ്ങനെ നിർത്താൻ സമയമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റ് ഒരുമാതിരി തീരുന്ന ആ ഒരു ഭാഗം വരെയെങ്കിലും നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ട് പതുക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ട്രെയിൻ നിർത്തി, ആൾക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓരോരുത്തരെ പോയി നിന്ന് അടുത്ത് നിന്നിങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ആൾക്കാരെല്ലാം ഇറങ്ങിയപ്പോഴത്തേക്ക് അവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ള ഏതാണ് എന്നുള്ള ഭാവത്തിൽ അവരെന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു. പിന്നെ ഞാനിങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് വന്നു. അപ്പോൾ ഏതാണ് ബ്യൂട്ടീഷ്യൻ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ബ്യൂട്ടീഷ്യൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഹരിപ്പാട് എത്താറായിട്ടുണ്ടെന്ന് ബ്യൂട്ടീഷ്യനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം പേരാണ് നമ്മുടെ ആ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് വന്നത്. അപ്പോൾ എനിക്കറിയാം മുസ്ലിംസാണ്, അപ്പോൾ തട്ടം കാണും, അപ്പോൾ നമുക്കത് നോക്കി ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഓരോ വ്യക്തികളെയും ഞാനിങ്ങനെ എന്നാലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കി പോവുകയാണ്. പോയപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ വിടുന്ന സമയമൊക്കെ സിഗ്നലൊക്കെ കൊടുത്ത് ട്രെയിനൊക്കെ വിടുന്ന ഒരു സമയമായി. അപ്പോഴത്തേക്ക് ട്രെയിൻ വിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്യൂട്ടീഷ്യനെ അന്നേരവും കണ്ടില്ല. ഞാനിങ്ങനെ ദൈവമേ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റ് തീരുന്നൊരു ഭാഗത്താണ് ഞാൻ നിന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിങ്ങ് വന്നായിരുന്നു. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ വീണ്ടും അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരെ ഇങ്ങനെ നോക്കി നടന്നിനി അവരാണോ എന്നുള്ള ഒരു ഇങ്ങനെ കൺഫ്യൂഷനിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദൂരേന്ന് ഇങ്ങനെ അവിടെ നിന്ന് 2 പേരിങ്ങനെ നമ്മുടെ സാധനം ഇങ്ങനെ 2 സാധനം ഉണ്ടല്ലോ കൊണ്ടുവരുന്ന ലഗേജ് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് ദൂരേന്ന് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ബ്യൂട്ടീഷ്യൻ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ബ്യൂട്ടീഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബ്യൂട്ടീഷ്യൻ എന്നോട് ചോദിച്ചു ഈ ലഗേജ് കൊണ്ടുവരാനായിട്ട് ആൾ വന്നോന്ന് തിരക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ലഗേജ് കൊണ്ടുവരാൻ ആൾ വന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എങ്ങനെയാണ് ലഗേജ് അപ്പുറത്ത് എത്തിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടൻ തന്നെ ലഗേജ് ഹസ്ബൻഡ് ഇപ്പുറത്തെത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടീഷ്യനുമായിട്ട് സൗഗന്ധികയിലായിരുന്നു ഞങ്ങൾ റൂം അവിടെ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ സൗഗന്ധികയിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഭാഗ്യയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരയിലുണ്ടായിരുന്നു കീ. പിന്നെ ഞാനകത്ത് ചെന്ന് റിസപ്ഷൻ്റെ അവിടെ ചെന്നിട്ട് ചോദിച്ചു ഇത് നമ്മുടെ ഇത്രാമത്തെ നമ്പർ മുറി വിടാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ കാണിച്ചു തന്നു. പിന്നെ അവിടെ ചെന്ന് അവരെ കുട്ടി ഉണർത്തി അവിടെ നിന്ന് താക്കോൽ വാങ്ങിച്ച് നമ്മുടെ ബ്യൂട്ടീഷ്യനെ അവിടെ കയറ്റി എല്ലാം ടാറ്റയൊക്കെ പറഞ്ഞു ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വരാൻ നേരത്തെ ഒരു ചായയൊക്കെ കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങൊന്നും നിർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഓക്കെ.